ഇപ്പോൾ UDF ടീം കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങുമ്പോൾ ഗാലറിയിലിരുന്ന് കളി കാണുന്നവരുടെ ഒരു പ്രതീതിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ. നമ്മൾ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ VD സതീശൻ മുൻ മുഖ്യമന്ത്രിയായ AK ആന്റണിയെ കാണാൻ പോയിരുന്നു. എന്നിട്ട് VD സതീശനെ ഇരുത്തിക്കൊണ്ട് ആന്റണി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും, കയ്പ് നീര് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതൊരു സന്ദേശമാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ലോകം കണ്ട ഒരു വല്ലാത്ത കാലത്തെ അതിജീവിച്ചിട്ടുണ്ട് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലം. എന്നാൽ ഈ ഗവൺമെന്റ് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് നാട്ടിലെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി നാട്ടിലെ ജനങ്ങളോട് ഇത്രയൊരു സാമ്പത്തിക പ്രയാസമുള്ള കാലമാണ്, അതുകൊണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം, കയ്പ് നീര് കുടിക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ആ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച ഒരു ഗവൺമെന്റിനെ കള്ളക്കഥകൾ പറഞ്ഞ് വർഗീയത പറഞ്ഞ് തായിറക്കി അധികാരത്തിൽ വരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തില് മുൻ മുഖ്യമന്ത്രി കള്ളക്കഥ പറഞ്ഞു വർഗീയത പറഞ്ഞുമാണ് എന്ന തീർപ്പിൽ CPM എത്തിയോ? അവരിപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അത് നമുക്ക് വേറെ പറയാം. നമ്മുടെ ചർച്ചയുടെ വിഷയമല്ല. എന്റെ വാദം അതാണല്ലോ. ഓക്കെ അജിംഷേ, എന്റെ വാദം അതാണല്ലോ. നമുക്ക് ആ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ചർച്ച ഞങ്ങളത് തന്നെ പറയുന്നത്. കള്ളക്കഥകൾ പടച്ചും വർഗീയത പറഞ്ഞു തന്നെ ഞങ്ങൾ പറയുള്ളൂ. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. KC പക്ഷം ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്തായിരുന്നു? റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസമാണ് VD സതീശൻ പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ മംഗലാപുരത്ത് പോയിട്ട് അവിടെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ആരോടാണ്? പിന്നെ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഒരു ആലം എന്നു പേരുള്ള ഒരാളുമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടീം എങ്ങനെ ഗ്രൗണ്ടിൽ ഇരുന്ന് കളിക്കുന്നു, ഈ ടീം സെറ്റാകുമോ എന്ന് കരയിലിരുന്ന് വീക്ഷിക്കാണ് തൽക്കാലം ഒരു CPM പ്രതീതികൾ ഞങ്ങൾക്ക്. ഇത് വെറുമൊരു MLA മാത്രമായ മുഖ്യമന്ത്രി ആയിട്ടില്ലാത്ത സതീശന്റെ ഫ്ലൈറ്റ് പ്രത്യേകം ചാർട്ട് ചെയ്ത് അതിന്റെ പണം അദാനി മുടക്കണമെങ്കിൽ അദാനിയാണ് മുടക്കിയതെന്ന് CPM ആരോപണമാണോ നാസർ കൊളായി? CPM ആരോപിക്കുന്നുണ്ടോ? CPM ആരോപണമല്ല, KC പക്ഷം പുറത്തിറക്കിയും നമ്മൾ മീഡിയകളിലൂടെയും ചാനലുകളിലൂടെയും കണ്ടാണ്. കോൺഗ്രസിന് ദുരൂഹത ഉണ്ടെങ്കിൽ എന്തിനാ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദുരൂഹത ഇല്ലാതിരിക്കുന്നത്? ഈ ചാർട്ടേഡ് വിമാനത്തിൽ പോയി എന്നൊരു ആരോപണം ഒരു ചാനൽ മാധ്യമങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന് അനുഭവം പുലർത്താത്ത എത്രയോ മാധ്യമങ്ങൾ. അവരാണെങ്കിൽ ഒരു വിഷയം കിട്ടിയാൽ അത് മുന്നോട്ട് പോകേണ്ടതാണ്, പ്രത്യേകിച്ച് ആ മുക്കുന്ന സമയത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഏറ്റുപിടിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. അപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും അതിനകത്ത് വിമർശനം ഉന്നയിക്കാൻ നമ്മൾ ലീക്ക് ചെയ്ത് തന്നെ കുറേ വാർത്ത വെച്ചാൽ അതിനകത്ത് ഒരു അഭിപ്രായം അവസാനം എന്തൊക്കെയോ വളരെ സാമാന്യവൽക്കരിച്ച അഭിപ്രായങ്ങളാണ് തോൽവിയെക്കുറിച്ച് പറയുന്നത്. അതൊക്കെ അവർക്ക് വെച്ച് പുറത്ത്. പക്ഷേ കേരള സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല, വേറെ കാര്യം. അല്ല, അവർക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ജില്ലാ സമ്മേളനങ്ങളിൽ ജില്ലാ കമ്മിറ്റികളുടെ റിവ്യൂ മീറ്റിംഗിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ പരിപാടിയും MP ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് തോൽപ്പിച്ചതെന്നൊക്കെ പറയുന്നു, വാർത്തകളാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞങ്ങൾ വർഗീയ പ്രീണനത്തിലൂടെയാണ് ജയിച്ചതെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് തുടർഭരണം കിട്ടിയത് വർഗീയ പ്രീണനത്തിലൂടെയാണോ? ഇവർക്ക് ആദ്യത്തെ വട്ടം 2014 പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് വർഗീയ പ്രീണനത്തിലൂടെയാണോ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത സകല മനുഷ്യരെയും വർഗീയവാദികളായിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. UDF വോട്ട് ചെയ്ത മുഴുവൻ മനുഷ്യരും വർഗീയവാദികളാണോ? തളിപ്പറമ്പിലെ TK ഗോവിന്ദന് വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ വർഗീയവാദികളാണോ? പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ വർഗീയവാദികളാണോ? അമ്പലപ്പുഴയിലെ G സുധാകരനെ ജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകൾ വർഗീയവാദികളാണോ? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്ത 10,000-കണക്കിന് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വർഗീയവാദികളാണെങ്കിൽ പതിറ്റാണ്ടുകളായിട്ടുള്ളവരുടെ പാർട്ടി ക്ലാസുകളിൽ ഇവരെന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ഇവർക്ക് തന്നെ ഒരു ബോധമില്ല ഇവരെന്താ പറയുന്നതെന്ന്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 102 സീറ്റ് UDF കിട്ടുമ്പോൾ ഇവർ 98 നിന്ന് 35 ഇവരുടെ എണ്ണം കുറയുമ്പോൾ 13 മന്ത്രിമാർ തോറ്റിട്ടും ഇവർക്ക് ഒരു ബോധവും കിട്ടുന്നില്ല. ഇവർ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇവർക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. വെള്ളാപ്പള്ളി നടേശനെ CPM സംസ്ഥാന സെക്രട്ടറി ആക്കുന്നതാണ് ഇതിൽ നല്ലത്.
നിങ്ങൾ അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നിട്ട് നല്ല ഭക്തൻ എന്നുള്ള പട്ടം ചാർത്തി പിണറായി വിജയന്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി നിങ്ങൾ മറ്റേ യോഗി ആദിത്യനാഥിന്റെ മറ്റേ കത്ത് വായിച്ചില്ലേ? അത് തെറ്റായിരുന്നു എന്നാണ് ഇന്ന് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയുടെ റിവ്യൂ മീറ്റിംഗിൽ പറഞ്ഞതായിട്ട് വാർത്തകളിൽ കാണുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ തോന്നിവാസം മുഴുവൻ ചെയ്ത് ആളുകൾ നിർഗന്ധലയ്ക്ക് അടി തന്ന് തോൽപ്പിച്ചിരുത്തിയതിനു ശേഷം UDF ജയിച്ചത് വർഗീയവാദത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞതിന് ഒരു സാമാന്യ മര്യാദയില്ലേ? ജിൻഡോ ജോൺ അങ്ങ് പറഞ്ഞ് കത്തി കയറി പോയല്ലോ, പിന്നെ വർഗീയത പറഞ്ഞിട്ട്. ആരുടെ? പിന്നെ വെള്ളാപ്പള്ളിയുടെ. വെള്ളാപ്പള്ളിയെ 150 മീറ്റർ കാറിൽ പിണറായി കയറ്റി. അത് നിങ്ങൾ വലിയ പ്രചരണമായിട്ട് എടുത്തു. ഞാൻ പറയുന്നു, വെള്ളാപ്പള്ളി BJPയുടെ പ്രതീതിയല്ല. അയാൾ വർഗീയത പറയുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് പറയുന്നതിന് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് ഞങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ പക്ഷേ ഇവിടെ RSSുമായി നേരിട്ട് ബന്ധമല്ലല്ലോ വെള്ളാപ്പള്ളിക്കുള്ളത്. RSS നേരിട്ട് BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കി, അതിന് NDA കൊണ്ട് ചാർത്തി. ആ BDJS എന്ന പാർട്ടി ഉണ്ടാക്കിയതിന് പിന്നിൽ RSS തന്നെയാണ്. എന്താ സംശയം? അതുകൊണ്ട് NDA കൊണ്ട് ചേർത്തു. പിന്നെ RSSുമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന എങ്ങനെ? ഉത്തരം പറ. സംശയമില്ല. BDJS വെള്ളാപ്പള്ളി BDJSൽ അംഗമല്ല. വെള്ളാപ്പള്ളിയുടെ മകനാണ് BDJSൽ അംഗം. മകൻ BDJS ആയതുകൊണ്ട് നിങ്ങൾ ചിരിക്കണ്ട. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു. എന്റെ വിഷയം ഇതാണ്. KPCCയുടെ പ്രസിഡന്റാണ് K. സുധാകരൻ. അയാൾ എന്താ പറഞ്ഞു? എനിക്ക് തോന്നിയാൽ I will go with BJP. അതിനൊന്നും ഇല്ലേ? കഴിഞ്ഞില്ല. വയനാട് പാർലമെന്റിലെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ ആ രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. അതെപ്പോ അതൊക്കെ ഉണ്ട്. എന്റെ അച്ഛന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ് വീട്ടിൽ അടങ്ങിയിരിക്കല്ലേ ചെയ്തത്. ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചില്ലെങ്കിലും ആ രാമക്ഷേത്രത്തിന് എന്റെ വക 3 വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്യുന്നു. ഇത് നേരിട്ട് പ്രിയങ്ക ഗാന്ധി പറയാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പൊതു അവധി കൊടുത്തു. സ്വാഭാവികം. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് അവധി കൊടുത്തു. അവിടുത്തെ MLA-മാരും മന്ത്രിമാരും ആ ചടങ്ങിൽ പങ്കെടുത്തു. ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താ? അതെന്താ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. ജിൻഡോ ജോണിനോട് എനിക്ക് പറയാനുള്ളത്, അദാനി ഗ്രൂപ്പിനെ ഇദ്ദേഹം പോയി കണ്ടത് അന്ന് അദ്ദേഹം നിയുക്ത MLA പോലും അല്ല. അദ്ദേഹം MLA ആയി ജയിച്ചു കയറുന്ന ഉറപ്പില്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ആവർത്തിക്കേണ്ടി വരികയാണ് നിങ്ങൾ കേൾക്കാത്തോണ്ട്. അയാളെ പിന്നെ ചാർട്ട് ചെയ്ത വിമാനത്തിൽ കൊണ്ടുവന്നു. ആ വിമാനത്തിന്റെ ടിക്കറ്റ് എടുത്തത് അദാനിയാണ്. ഇത് ആരോപണം എന്നാണ്ടായത്? 1ാം മുഖ്യമന്ത്രി ലഹള നടക്കുന്ന സമയത്ത് KC പക്ഷം ചാനലുകളിൽ ഇറക്കി, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇറക്കി. അങ്ങനെയാ നമുക്ക് വിവരം കിട്ടുന്നത്. ആ വിവരം അങ്ങനെ കോൺഗ്രസിനകത്തുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നാ CPM പറഞ്ഞത്. അല്ല ഞങ്ങൾ നേരിട്ടിടപെട്ടല്ല. ആദ്യത്തെ ചർച്ചയിൽ ജിൻഡോ ജോൺ ഇല്ലാത്തതുകൊണ്ടാണ്. അത് അവർ കളിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഗാലറിയിൽ ഇരുന്ന് കളിയാണ്. ശ്രീ ജിൻഡോ ജോൺ പിന്നെ തുടങ്ങിയേക്കാം. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 10 വർഷക്കാലം തോന്നിവാസം പോലെ കളി നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ട അവസ്ഥയിലേക്ക് വന്നത്. CPMന്റെ ഔദ്യോഗിക പ്രതിനിധി പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്പൂതിരി മുതൽ നായാടി വരെ സംഗമിപ്പിച്ചുകൊണ്ട് BDJS ഉണ്ടാക്കി BJPയുടെ ഗോശാലയിൽ കൊണ്ടുപോയി കെട്ടിയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ഞങ്ങൾ മറക്കുന്നില്ല. അടുത്ത താങ്കൾ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി രാമക്ഷേത്രത്തിന് സിൽവർ ഇഷ്ടിക കൊടുത്തുവെന്ന്. തെളിയിക്കണം, ഈ ചർച്ചയിൽ തെളിയിക്കണം. എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? രാമക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തു. ഇപ്പൊ കാണിച്ചോ, തെളിവ് കാണിച്ചോ. അത് പിന്നെ അതേതാണ് എപ്പോഴാണ് എങ്ങനെയാണെന്ന് അജിംസിന് അയച്ചു കൊടുക്ക്. മീഡിയ വണ്ണിലൂടെ കാണിച്ചു കൊടുക്ക്. വെറുതെ വെല്ലുവിളിച്ച് കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. കാണാൻ കഴിയോ? വെള്ളിയിട്ടിക കൊടുത്തേ കാണാൻ കഴിയോ? പത്രവാർത്തയിൽ ഈ വാർത്തകളെല്ലാം കാണാത്ത കാര്യത്തെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയത് നിങ്ങൾ കണ്ടോ? ഏത് പത്രത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി ഏത് പത്രത്തിൽ അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? പരസ്യമായ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നുണ്ടോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പത്രത്തിൽ വന്നിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയും. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു, ഹിന്ദുവിലും വന്നു, ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും വന്നു. ഏത് പത്രത്തിൽ? ഇന്ത്യൻ എക്സ്പ്രസ് ഏത് പത്രം വേണം? ഏത് ഡേറ്റിലാണ്? ഡേറ്റ് ഇപ്പൊ പറയാൻ കഴിയില്ല. അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. ഞാൻ എടുത്തു വെച്ചിട്ടില്ല. വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ?
ഇതുപോലെയുള്ള കാട്ടുകള്ളന്മാർ പെരുങ്കള്ളം പറയാൻ വന്നിരിക്കും. ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. അടുത്ത എന്താണ് നിങ്ങൾ വലിയ വർത്താനം പറയല്ലേ? ഞാൻ ഈ പറയുന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഡോക്ടർ ജിൻഡോ ജോൺ? വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇവൻ നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. നാസർ തെളിവ് കൊടുത്താൽ മതി, സംഭവം തീർന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു അങ്ങനെയല്ല, അത് കാണിച്ചു കൊടുത്താൽ മതി, ഡേറ്റ് പറഞ്ഞാൽ മതി. ഇവരെ ഇനി എങ്ങനെ ഒഴിവാക്കുക? എങ്ങനെയെന്ന് വെച്ചാൽ ചിറ്റപ്പം തന്നെ തീരുമാനിച്ച പുലിവാല ഒപ്പിച്ചു വെച്ചിട്ട് നാസർ കൊളായി നിങ്ങൾ അതിന്റെ പേപ്പർ കട്ടിങ് എന്നെയും ജിൻഡോയും ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. അത് കാണട്ടെ, കണ്ടാൽ മതി. ശരി ശരി ശരി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഫേസ്ബുക്കിൽ ഇട്ടത് എന്നെയും ജിൻഡോയും ടാഗ് ചെയ്തു, നമ്മൾ കണ്ടോ. എനിക്ക് ഉശിരുള്ളത് ചോദിച്ചത്, താങ്കൾക്ക് ഉശിരുണ്ടെങ്കിൽ തെളിവ് പുറത്തു. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.